നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ട്രൂ ഫീലിങ്സ് എന്താണ്? ഇപ്പോഴത്തെ ഒരു ഡീപ് ട്രൂ ഫീലിങ്സ് എന്താണ്? അവരെന്താണ് വളരെ ആഴത്തിൽ ഈ ഒരു സമയം ചിന്തിക്കുന്നത്? അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ് എന്ന് കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി ആ ഒരു വ്യക്തിയുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കൂടുതലും ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ആയിക്കോട്ടെ, റോൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ പഴയതുപോലെ ഒരു സ്ട്രെങ്ത് ഇല്ല. കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു നോയോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തുടക്കത്തിൽ ഉണ്ടായിരുന്ന പോലെ ഒരു ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തവരും ഉണ്ട്. സോ അതിനൊക്കെ ഉള്ള റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ തന്നെ കാരണം കൊണ്ടാണ് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത് കൊടുത്ത് റിലേഷൻഷിപ്പ് ഒരു മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റിസ് എന്നുള്ളൊരു കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പ്യുവറായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ജെനുവിനായിട്ട് തന്നെ അവർക്ക് സ്നേഹം കൊടുത്തിട്ടുള്ള വ്യക്തികളാണെന്ന് ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിച്ച ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തിരികെ തരണമെന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോലെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ ഒരു വ്യക്തിയാൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വാല്യൂ ഒരുപാട് മനസ്സിലായിട്ടുണ്ടായിരിക്കാണില്ല. സോ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ, സ്നേഹം ഒന്നും തന്നെ ചിലപ്പോൾ അവർ മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചുറ്റുപാടും അവർ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട്. സോ ഫാമിലി ആയിക്കോട്ടെ ഒക്കെ തന്നെ. പക്ഷെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു സന്തോഷവും സ്നേഹവും അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അതൊക്കെ തന്നെ അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ടേ സാധിക്കൂ ഇനി പഴയതുപോലെ അവരുടെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുണ്ടെങ്കിൽ അവരുടെ മനസ്സൊന്ന് ഹാപ്പി ആവണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരുമെന്ന് അവർ അവർ സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി എടുത്തു പറയുന്നത് ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയധികം അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാവണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും നിങ്ങൾ തിരികെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഫൈവ് ഹോഴ്സ് വാട്സിന് എനർജി പറയുന്നത് ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ഒരു ലോസ് ഫീലിംഗ് ആണ് ഇവർക്ക് ഇവിടെ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ആണ് ഈ ഒരു കാർഡ്സിലൂടെയൊക്കെ കിട്ടുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഒന്നും ഫലം കിട്ടുന്നില്ല ഈ ഒരു സമയത്ത്. നിങ്ങളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മാറിപ്പോകുന്നതായിട്ട് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ കുറച്ച് പേരെങ്കിലും കുറച്ച് അതായത് നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കെഞ്ചിയിട്ടുള്ളതായിരിക്കാം. തുടക്കത്തിൽ ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോയ സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഒരു റീബർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് കെഞ്ചി കീട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ റീസൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണങ്ങളാണെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് പോകരുതെന്ന് കരുതിയിട്ട് നിങ്ങളത് എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടിട്ട് കൂടി. പക്ഷേ അന്നേരം ഒന്നും തന്നെ ഈ ഒരു വ്യക്തി അത് ചെയ്കൊണ്ടിട്ടില്ല. അങ്ങനെ ആ ഒരു വ്യക്തി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആ ഒരു കാര്യത്തിലൊക്കെ ഓർത്തിട്ട് ഒരുപാട് ഗിൽറ്റ് ഫീൽ അവർക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല അവർക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ ഫലം ഒന്നും തന്നെ ഈ ഒരു സമയത്ത് കിട്ടുന്നില്ല. അത് ഓർത്തിട്ട് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങളെ കുറച്ച് പേരെങ്കിലും ഈ ഒരു വ്യക്തിയെ ബ്ലോക്ക് ഇട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ അവർ അറിയാണ്ടിരിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് നിങ്ങൾ ഹൈഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. സോ അതൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ഭയങ്കര വിഷമത്തിലാണ്. അവരെന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് വരുത്തിയത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ നേരിടാനായിട്ടുള്ള റീസൺ അവർ തന്നെ ആവാനാണ് ഒരു സാധ്യത. അങ്ങനെയാണ് റീഡിങ്ങിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ ഒരു സോറി പറഞ്ഞു വരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിനോട് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കുമോ? നിങ്ങൾ പഴയതുപോലെ അല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. മാനിഫെസ്റ്റേഷൻ ഒന്നും തന്നെ അവർ ഫലം ചെയ്യുന്നില്ല. ഒരു രീതിയിലും നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും
ഒന്നും തന്നെ ചിലപ്പോൾ അറിയാൻ സാധിക്കാതെ വരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ വല്ലാണ്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരു 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 ലോസ് ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അത്രത്തോളം അവർ ഭയങ്കര വിഷമത്തിലാണ്. ഇവിടെ ഫോർവേഡ് സ്വാർട്സിന്റെ എനർജി നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു വ്യക്തി രാത്രിയിൽ പോലും നിങ്ങളുടെ ഓർമ്മകളെ അല്ലാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ആ ഒരു കാര്യമൊന്നും എനിക്ക് തിരികെ വരില്ലേ എന്ന് ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ അവരുടെ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ, ലൈഫിൽ ഒരുപാട് ചിലപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതും അല്ലെങ്കിൽ അവരവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് എന്തോ അവർക്ക് ഒരു കാര്യം നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു കാര്യം നേടിയെടുക്കേണ്ട ഒരു സമയത്ത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വന്നിട്ടുണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തെ പോസ്റ്റ്പോൺ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റിവെച്ച് അങ്ങനെ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് എന്നാണ്, അങ്ങനെ ആവാനാണ് സാധ്യത. കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കുറേ നാളായിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും റിലേഷൻഷിപ്പിലുണ്ട്. പക്ഷെ പഴയതുപോലുള്ള ഒരു സ്ട്രെങ്ത് കുറവാണ്. ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളോടൊരു ക്ലാരിഫിക്കേഷൻ എന്നോണം വലിയ കാര്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ടായിരിക്കില്ല. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. സോ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വിഷമമാണ് ഈ ഒരു സമയത്താണെങ്കിൽ കൂടി തരുന്നത്. പക്ഷെ കുറേ പേർക്കെങ്കിലും ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. പക്ഷെ മേ ബി ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് തുടങ്ങി, അതായത് നിങ്ങളിൽ നിന്ന് ഒരു അകലം അകലിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത്, അതായത് അവരവരുടെ ലൈഫിൽ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന 9 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ അവരവരുടെ ലൈഫിൽ ഒരുപാട് കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആവേണ്ട ഒരു സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നത്തെ ആക്കാം എന്നുള്ളൊരു ധാരണയിലായിരിക്കണം അവർ മാറി നിന്നത്. പക്ഷെ അവർ വിചാരിച്ചിരുന്നത് എന്തൊക്കെ അകലം കാണിച്ചാലും നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ പിറകെ ചെല്ലും. അല്ലെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ചിലപ്പോൾ പിണക്കങ്ങൾ വന്നാലും നിങ്ങളായിരിക്കണം, മേ ബി അവരുടെ ഭാഗത്താണ് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ഇവരോട് മിണ്ടാണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ പോയി സോറി പറഞ്ഞ് ഇനി സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വീണ്ടും അങ്ങനെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നവരായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങളെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തരേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റോ സമയമോ ഒന്നും തന്നെ തന്നില്ലെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതിനു ശേഷം നിങ്ങളുമായിട്ട് പിന്നെയും പഴയതുപോലെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ മാറിപ്പോകുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കുറേ പേരെങ്കിലും ഈ ഒരു സമയത്ത് ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ അത്തരമൊരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരിത്രയും പ്രതീക്ഷിച്ച് കാണില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ അവരുടെ പിറകെ ചെന്ന് അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും നിങ്ങൾ അങ്ങനെ നിങ്ങൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ റീബർത്ത് കൊടുക്കാൻ മുന്നിൽ കാണുമെന്ന് ചിലപ്പോൾ അവർ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തി വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടാവില്ല. എന്തിനാണ് മാറിപ്പോയതെന്നോ അതൊക്കെ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു മനസ്സിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത് സാധിച്ചതിന് ശേഷം നിങ്ങളോട് പറയാമെന്നുള്ള രീതിയിലായിരിക്കണം. പക്ഷെ കുറച്ച് പേരെങ്കിലും അത് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നു കഴിയുമ്പോൾ അവരുടെ മൈൻഡ് ഡൈവേർട്ടായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുമോ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ആ ഒരു ലക്ഷ്യത്തിന് ഒരു തടസ്സം വരുമോ എന്നുള്ള രീതിയിൽ അവരവരുടെ മൈൻഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആക്കി വിട്ടിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇവരുടെ ഉള്ളിൽ നിങ്ങളുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കിട്ടുന്നത്. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും നിങ്ങളവിടെ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ വീണ്ടും അവരിലേക്ക് ചെല്ലുമോ എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഒരു ഡൗട്ടാണ് ഈ ഒരു സമയത്ത്. നിങ്ങൾ ഒരുപാട് പേരിപ്പോൾ ഒരുപാട് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ ചിലപ്പോൾ ഏർപ്പെടും. അതായത് നിങ്ങൾ ഒരുപാട് പേര് സ്വന്തം കാര്യത്തിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റീസ് പോലും മറന്നുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു സർക്കിളിൽ ചുരുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ഇതിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാറുണ്ട്. അല്ലെങ്കിൽ ലൈഫിൽ ഇത് തന്നെയല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ മറിഞ്ഞിട്ടുണ്ടാവണം.
ഈ ഒരു കാര്യത്തിൽ തന്നെ പിണക്കങ്ങൾ വരുന്നു, വീണ്ടും വിഷമിക്കുന്നു, പിന്നെയും ഈ ഒരു വ്യക്തിയോട് മിണ്ടുന്നു, കുറച്ച് സന്തോഷം വരുന്നു, പിന്നെയും പിണങ്ങുന്നു, അത് പരിഹരിക്കാൻ പോകുന്നു. കംപ്ലീറ്റ്ലി ഇത് മാത്രമായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് പേരെങ്കിലും മാറി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു വ്യക്തിയെ മറന്നിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തിയുണ്ട്. ഈ ഒരു ഓർമ്മകളെ മറക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്.